നമ്മൾ ചിന്തിച്ചെങ്ങനെയാണ് ദൈവം ഒരു ജനത്തെ തനിക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് അതിൻ്റെ വേര് വിളിച്ച് വേർതിരിക്കുകയാണ്. അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചു. അവന് കൊടുത്ത ആദ്യത്തെ വാഗ്ദാനം ഇതാണ്: നീയൊരു അനുഗ്രഹമായിരിക്കും. അനുഗ്രഹത്തിനെ വിയോജിക്കുന്ന തരത്തിൽ ഇതാ ദൈവം അബ്രഹാമിനെ ഒരുക്കി. അവനിൽ ദൈവത്തിന് അവനെ അനുഗ്രഹിക്കാൻ പറ്റിയ വിശുദ്ധി അവൻ കാഴ്ചവെച്ചു. കാരണം അവന് ദൈവത്തെ വിശ്വാസമായിരുന്നു. ആ വിശ്വാസത്തിൽ നിന്നുണ്ടായ വിശുദ്ധി അവനെ ഒരു അനുഗ്രഹമാക്കി മാറ്റി. ഒന്ന്, അപ്പോൾ ദൈവാനുഗ്രഹം കിട്ടാൻ ഒരു വ്യക്തി ദൈവത്തിന് കാഴ്ചവെക്കേണ്ട ആദ്യത്തെ ഘടകം അവൻ്റെ ശരീരം, അവൻ്റെ മനസ്സ്, അവൻ്റെ ചിന്താമണ്ഡലം അതിൽ വിശുദ്ധിയോടുകൂടി കാഴ്ചവെക്കുക. കടന്നു വന്നിരിക്കുന്ന പാപങ്ങളോ നന്നായിട്ട് പശ്ചാത്തപിക്കണം. അതൊരു വിളിയിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്നതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകമാണ് വിളിച്ചവനോടുള്ള വിശ്വസ്തത. അതാണ് വിളി ശരിയായി പോകാനുള്ള പ്രധാനപ്പെട്ട വഴി, വിളിച്ചവനോടുള്ള വിശ്വസ്തത. വിളിച്ചവനോട് നല്ല വിശ്വസ്തതയുണ്ട് എങ്കിൽ വിളി ശരിയാവും. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ? വിശ്വസ്തതയ്ക്ക് കേടുവന്നു കഴിഞ്ഞാൽ വിളി അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂല. വലിയ ബുദ്ധിമുട്ടായിരിക്കും യാത്ര. ഉദാഹരണം പറഞ്ഞാൽ, തൂത്തുക്കുടിയിൽ നിന്ന് കോട്ടയത്തേക്ക് ഒരു ബസ് പോവുകയാണ്. ഒരു ബസ് തൂത്തുക്കുടിയിൽ നിന്ന് കോട്ടയത്ത് എത്താൻ എത്ര മിനിറ്റ് വേണം? ഒരു അരമണിക്കൂർ അല്ലേ? ഒരു ബസ് ഇവിടെ നിന്ന് മര്യാദയ്ക്ക് അവിടെ എത്തണമെങ്കിൽ, മാന്യമായ വേഗതയിൽ പോവുകയാണെങ്കിൽ അരമണിക്കൂർ സമയം കൊണ്ട് അവിടെ എത്തും. ബസ് കുഴപ്പമൊന്നുമില്ല, ഡ്രൈവറും കുഴപ്പമൊന്നുമില്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് എത്തും. പ്രിയപ്പെട്ടവരെ, പോകുന്ന വഴിക്ക് ഈ ബസ് കംപ്ലൈൻ്റായി. അതിൻ്റെ പോകുന്ന വഴിയിൽ അത് റോട്ടിൽ നിന്ന് തെന്നി മാറി കേബിളിൻ്റെ കുഴിയിൽ താണുപോയി. എത്ര നേരം വേണം? ഇതാണ് ജീവിതത്തിൻ്റെ പ്രശ്നം. ദൈവം നമ്മളെ അനുഗ്രഹത്തിൻ്റെ പാതയിൽ കൊണ്ട് നടക്കും. ആ വഴിയിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ അതിൽ നിന്ന് കയറുന്നത്രേ സമയം കഷ്ടപ്പാടാണ്. ചില പാപത്തിൽ ചെന്ന് ടയർ തൂങ്ങിക്കിടക്കുകയാണ്, ആ കുഴി കിടക്കുകയാണ്. അത്ര എളുപ്പമാണോ കയറിപ്പോരാൻ? എന്നാൽ പിന്നെ സ്റ്റിയറിംഗ് കൊണ്ട് ഇടത്തോട്ട് ഒട്ടിച്ച് ആക്സിലേറ്റർ ഒന്ന് കൊടുത്തു കയറി പോരുന്നുണ്ടോ? കൂടുതൽ താണ അവിടെ കിടക്കത്തുള്ളൂ. വഴിയിൽ നിന്ന് തെന്നി വീണി കഴിഞ്ഞാൽ ഇങ്ങനൊരു കുഴപ്പമുണ്ട്. വിളിയിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രതിസന്ധി വരും. ദൈവം നമ്മളെ നേരത്തെ കണ്ടു അല്ലേ? അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കണ്ടു. ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ ദൈവം നിന്നെ കണ്ടു, തിരഞ്ഞെടുത്തു, വിശുദ്ധീകരിച്ചു. ദൈവം ജനിക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ജീവഗ്രന്ഥത്തിൽ നമ്മളെക്കുറിച്ച് എഴുതി. നമ്മൾ ഈ വഴിയിൽ നിന്ന് മാറി വീണ് കഴിഞ്ഞാൽ വലിയ പാടായി യാത്ര. നമ്മുടെ ജീവിതത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകമാണ് വിശ്വസ്തത. ആരോട്? വിളിച്ചവനോടുള്ള വിശ്വസ്തത. അബ്രഹാം പിതാവ് ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. ദൈവം അവനെ വിളിച്ചു. അവൻ അറിയാം, വഴി എന്നെ കാണിച്ചു തന്നിട്ടില്ല, ദേശം എന്നെ കാണിച്ചു തന്നിട്ടില്ല, എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടില്ല, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ വിശ്വസ്തനായ ദൈവത്തോട് അബ്രഹാം വിശ്വസ്തനായിരുന്നു. ആ വിശ്വസ്തതയാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ രണ്ടാമത് ചിന്തിക്കേണ്ടത്, നമുക്ക് വിശ്വസ്തത സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആരോടൊക്കെ? ദൈവത്തോട് മാത്രമല്ല, നമ്മളോട് വിശ്വസ്തത സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ കാണുന്ന രീതി തന്നെയാണോ നിൻ്റെ ഉള്ളിലും? നിനക്ക് ജന്മം തന്ന മാതാപിതാക്കന്മാരോട് നിനക്ക് എന്തോ ഒരു വിശ്വസ്തത കാണിക്കാൻ പറ്റിയിട്ടുണ്ട്? പുറമേ ആരും അറിഞ്ഞിട്ടില്ല, ഉള്ളിൽ എന്താണ്? ചുറ്റുപാടുകളോട്, പഠനത്തോട്, വീടിനോട്, അധ്യാപകരോട് വിശ്വസ്തത കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ? വിശ്വസ്തത നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ അനുഗ്രഹം നമ്മുടെ മുമ്പിൽ ഇല്ലാന്ന് തിരിച്ചറിഞ്ഞോളണം. വലിയൊരു കുഴപ്പമാണത്, വിശ്വസ്തത നഷ്ടപ്പെട്ടു പോവുക. വിശ്വസിക്കാൻ കൊള്ളിയല്ല നമ്മളെ. ദൈവത്തിന് മനസ്സിലായി ഇവനെ വിശ്വസിക്കാൻ കൊള്ളിയ. പുറമേ ഒരു കുഴപ്പമില്ല, ഇതാ രഹസ്യത്തിൽ മുഴുവൻ പാപമാണ്. അങ്ങനെ കിടക്കുന്ന കപടതകളെ ദൈവം വിളിക്കുന്ന പേരാണ് കപടഭക്ത. നിനക്കയ്യോ കഷ്ടം, ദുരിതം. നീ വെള്ള തേച്ച ശവക്കല്ലറയ്ക്ക് തുല്യമാണ്. അവിശ്വസ്തനെ ദൈവം വിളിക്കുന്ന അങ്ങനെയാണ്. വിളിയിൽ അവിശ്വസ്തത സൂക്ഷിക്കുന്നവനെ യേശു വിളിച്ചു, നീ വെള്ള തേച്ച ശവക്കല്ലറയ്ക്ക് തുല്യമാണ്. ശവക്കല്ലറ പുറമേ നിന്ന് കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? യഹൂദന്മാരുടെ ശവക്കല്ലറയൊക്കെ പോയി കാണണമെന്ന് പറഞ്ഞു. അത്ര ഗംഭീരമായിരുന്നു. വെള്ളയൊക്കെ തേച്ച് നല്ല സുന്ദരമാക്കി പുറമേന്ന് വെച്ചു. കല്ലുകൾ കൊണ്ടൊക്കെ പാകി മനോഹരമായ കല്ലറ. പുറമേ നോക്കിയാൽ നല്ല ശാന്തത, പുറമേ നോക്കിയാൽ നല്ല സൗന്ദര്യം, പുറമേ നിന്ന് നോക്കിയാൽ വലിയ സൗമ്യത. അതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണ്? കല്ലറയുടെ ഉള്ളിലെ അവസ്ഥ എന്താണ്? ഞങ്ങളുടെ പള്ളിയിൽ ഇന്നാൾ സെമിത്തേരിയുടെ റിനോവേഷൻ ഉണ്ടായിരുന്നു. പുതിയ സെമിത്തേരി ഇങ്ങനെ എല്ലാം ഒരുപോലെ ആക്കുകയാണ്. അപ്പോൾ ഒരുപോലെ ആക്കുന്ന സമയത്ത് പഴയ മൃതദേഹങ്ങളും എടുത്ത് പുതിയ സെമിത്തേരിയിലേക്ക് ഇടണം.
പള്ളിയിലെ ചില കൊമ്പന്മാരുടെ സെമിത്തേരിയൊക്കെ മാന്തുന്നത്. JCB വന്നിങ്ങനെ മാന്തിക്കൊണ്ടിരുന്ന സമയത്ത് മക്കൾ മൂക്കൂത്തിയിട്ട് പറഞ്ഞു, എൻ്റെ അമ്മോ. ഉള്ളിലെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കണം. ദുർഗന്ധം. ഒരു മനുഷ്യന് അടുത്ത് വരാൻ പറ്റില്ല. ഞാനൊരു സെമിത്തേരിയെക്കുറിച്ചല്ല പറഞ്ഞത്, നിൻ്റെ ഉള്ള്. കയ്യിൽ നല്ലൊരു സ്മാർട്ട് ഫോൺ ഉണ്ട്. ഈ സ്മാർട്ട് ഫോൺ നല്ല രസമാണ് കാണാൻ. അത് പിടിച്ചുകൊണ്ട് നീ നിൽക്കുന്നതും കാണാൻ നല്ല രസമുണ്ട്. അതും നീ തമ്മിലുള്ള രഹസ്യ ബന്ധം കളഞ്ഞില്ലേ വിശ്വസ്തത. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. ഇതാ ഞാൻ നടത്തുന്ന വയനാട്ടിലൊരു പള്ളിയിൽ ഒരു ദിവസം ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വരും ധ്യാനം കഴിയുമ്പോൾ. ഈ പെൺകൊച്ചിങ്ങനെ 2-3 സ്റ്റെപ്പ് മുമ്പോട്ട് വന്നു. അവളവിടെ ഇരുന്നു, അടുത്തേക്ക് വരുന്നില്ല. അവൾ കുതറുകയാണ് കിടന്നിട്ട്. അപ്പോൾ അതിൻ്റെ അമ്മയും ആരാണ്ടൊക്കെ അതിന് പിടിച്ചു. എന്നിട്ട് വാ, നീ വാ. മുമ്പോട്ട് വലുന്നുള്ളവർ കാല് പുറകോട്ട് ബലം പിടിച്ച് തള്ളുകയാണ്. അപ്പോൾ ഞാൻ അവളെ നോക്കും തോറും അവളിങ്ങനെ താഴേക്ക് കണ്ണ് നോക്കുന്ന ഒരു തരം കളി. അടുത്തേക്ക് വരുന്നില്ല. അടുത്തേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, അയ്യോ എന്നെ തൊടണ്ട അച്ഛൻ, തൊടണ്ട, എന്നെ തൊടണ്ട. കിടന്ന് ഞെരുങ്ങുകയാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേക്കും കൈ അതിൻ്റെ തലയിലേക്ക് വെച്ചപ്പോഴേക്കും അത് ബോധം കെട്ട് അവിടെ വീണു. ഇപ്പോൾ ഒരു പൈശാചിക ഇളക്കൊണ്ടായി വീണതൊന്നുമല്ല, മനസ്സിൻ്റെ ഭാരം താങ്ങാൻ കഴിയാതെ വീണത്. എനിക്ക് മനസ്സിലായത് ഒരു പൈശാചിക ബോധം ഉണ്ടായിട്ട് അങ്ങനെ വീണതല്ല. ആ പള്ളിയുടെ അകത്തുനിന്ന് ഞാൻ ആ കൊച്ചിൻ്റെ തലയിലേക്ക് തൊട്ടപ്പോഴേക്കും അതിന് സഹിക്കാൻ കഴിയാതെ അവിടെ അങ്ങ് വീണു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനെ എഴുന്നേൽപ്പിച്ചു. ഞാൻ ചില കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. നല്ലൊരു കൊച്ച്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചൊന്നി, എന്തിനാ അച്ഛാ, ഞാൻ ഈ പള്ളിയിൽ കയറാൻ യോഗ്യതയുള്ളവളല്ല, ഞാൻ കൊള്ളിയല്ല, ഞാൻ ചീത്തയാണ്. അപ്പോൾ ഞാൻ ചൊന്നി, എന്തെങ്കിലും മോശം ബന്ധത്തിലില്ല, അങ്ങനെയൊന്നും പെട്ടിട്ടില്ല. എന്താന്നൊട്ട് പറയുന്നുമില്ല. ആരുമായിട്ടെങ്കിലും അശുദ്ധ ബന്ധം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താ നിനക്ക് പറ്റിയത്? എന്ത് ചെയ്താൽ പറയത്തില്ല, കരച്ചിലോട് കരച്ചിൽ. അപ്പോൾ ഞാൻ വെറുതെ അതിനോട് ചോദിച്ചു, നിൻ്റെ ചിത്രങ്ങൾ നീ ആർക്കെങ്കിലും അയച്ചു? വെറുതെ ഞാനങ്ങ് ചോദിച്ചതാണ്. നിൻ്റെ ചിത്രങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടോ? അത് എൻ്റെ നേരെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, അച്ഛൻ എങ്ങനെ ഇത് അറിഞ്ഞത്? ഞാൻ വെറുതെ ചോദിച്ചത്, ഒരു ദർശനം ഉണ്ടായിട്ട് ചോദിച്ചതല്ല. ഇതിൻ്റെ ഈ അലറൽ കണ്ടപ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ കാരണം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. എന്നിട്ട് പറഞ്ഞു, പള്ളിയുടെ അകത്ത് നിൽക്കുന്നുണ്ട്, പുറത്തേക്ക് പോകാൻ പറ. ആളുകൾ പള്ളിയിൽ നിൽക്കുക, ചെറിയൊരു പള്ളിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കുക. ഏങ്ങലടിച്ചിട്ട് പറഞ്ഞു, ഇതാ ഒരുത്തൻ ഫോണിലൂടെ ചില ബന്ധങ്ങൾ, ഫേസ്ബുക്ക് ഏതാണ്ടിലൂടെ കുറച്ച് വന്നതാണ്. അവസാനം അവനുമായിട്ടുള്ള ചാറ്റിംഗ് ഇല്ലാണ്ട് പോക്ക് നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അപ്പോൾ അവനൊരു ഡിമാൻഡ് വെച്ചു, എനിക്ക് നിന്നെ ശരിക്കൊന്ന് കാണണം. ഇവൾ ആദ്യമൊക്കെ നോ പറഞ്ഞു. പതുക്കെ 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 അവൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവളുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളെല്ലാം ഇവൾ പ്രദർശിപ്പിക്കാൻ തുടങ്ങി. 1-2 ഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവൻ കൂടുതൽ ഡിമാൻഡ് പറഞ്ഞു. അവന് പല സ്ഥലങ്ങളും കാണണം, അതിൻ്റെ ഫോട്ടോ വേണം, അത് വീഡിയോ ചാറ്റിംഗ് വേണം. ഇവൾ സമ്മതിച്ചില്ല. അപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആദ്യമുള്ള ഭാഗം ഞാൻ ഫേസ്ബുക്കിൽ ഇടാൻ പോകാം. ഈ ഒരൊറ്റ ഡയലോഗിൽ, ഒരൊറ്റ സന്ദേശത്തിൽ ഈ പെണ്ണാകെ തകർന്നു പോയി. ഇത്രയും വലിയൊരു ചതിയനായിരുന്നല്ലോ. അവൻ ഫേസ്ബുക്കിൽ ഇടുമോ ഇല്ലയോ? അവൻ ചോദിച്ചു, ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്ന സന്ദേശം നീ കണ്ടിട്ടില്ലേ? ഞാൻ ഇടാൻ പോവാണ്. ഈ പെണ്ണ് ഇവൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോകണ്ട എന്ന് കരുതിയിട്ട് ഈ പരിപാടിക്ക് എന്നതാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഈ പാപം ചെയ്തതിൻ്റെ ശിക്ഷ എനിക്ക് കിട്ടി. ഇതിന് ഭയങ്കര ഗിൽറ്റി കോംപ്ലക്സ്. അടുത്തേക്ക് വിളിച്ച് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പം, ഇതാ അപ്പച്ചൻ്റെ അനിയൻ 6ാം ക്ലാസ്സിൽ പീഡിപ്പിച്ച ഒരു ഓർമ്മ, അതിൽ നിന്നുണ്ടായ ചില കുറ്റബോധം, ചില മുറിവുകൾ, അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു ബന്ധത്തിൽ ചാടിയത്. ഒരു അശുദ്ധ ബന്ധം ഒരു കൊച്ചിനെ കുറ്റബോധത്തിൻ്റെ തലയ്ക്കകത്ത് കൊണ്ടിട്ടിരിക്കുക. ഞാനിത് പറയുമ്പോൾ പെൺകുട്ടികൾ നന്നായി ശ്രദ്ധിക്കണം, നമ്മളും ശ്രദ്ധിക്കണം. ഇതാ ചില പാപത്തിലൊക്കെ ചെന്ന് വിട്ടാൽ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചെറുക്കൻ ഒരു പെൺകൊച്ചിൻ്റെ കല്യാണമായി ബന്ധപ്പെട്ടിടാൻ പറഞ്ഞു, നിൻ്റെ പഴയ ചാറ്റിങ്ങിൽ 2 സംഭവം ഞാൻ ഫേസ്ബുക്കിൽ ഇടാൻ പോവാണ്. പറഞ്ഞു തീർന്നില്ല, അവൾ കേസ് കൊണ്ട് കൊടുത്തു. കേസ് കൊണ്ട് കൊടുത്ത് പുള്ളിക്കാരനെ പിടിച്ച് 6 മാസം ജയിലിൽ കൊണ്ടിട്ട്. അത്ര നിസ്സാരമല്ല ഈ സംഭവം. നമ്മൾ വിചാരിക്കും രാത്രിയിൽ രസകരമായൊരു സംഭവമാണ്, അബദ്ധത്തിൽ ചെന്നപ്പെടുന്ന കാര്യങ്ങൾ. അഡ്രസ്സ് മാറിപ്പോവും, വേഷവിധാനം. ആൺപിള്ളേരാണെങ്കിൽ ശ്രദ്ധിക്കണം. നീ കർത്താവിൻ്റെ വഴിയിൽ അനുഗ്രഹിക്കപ്പെട്ടാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനെങ്കിൽ ദൈവത്തോടുള്ള വിശ്വസ്തത ശരീരത്തിലും ജീവിതത്തിലും അടയാളമായിട്ട് കാണിക്കണം. ഒരു 5-6 കമ്മലിട്ടുണ്ട്, ഇട്ടാൽ എപ്പോൾ ഊരിപ്പോകുന്ന പേടിക്കുന്ന പാൻറ്റിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക വൈകല്യം കാണിച്ച് പുറമെ അങ്ങനെ പലരും നടക്കും. നീ അങ്ങനെ അശുദ്ധനാകാനുള്ളവനല്ല. നീ ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവൻ. നിന്റെ മേൽ ദൈവം ഒരു അനുഗ്രഹം ഒരുക്കിയിട്ടുണ്ട്. ആ അനുഗ്രഹം കളയാതിരിപ്പാൻ നീ നിന്റെ ദൈവത്തോട് വിശ്വസ്തനായിരിക്കണം. അതാണ് ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയുകയാണ്, എന്താണ് വിശുദ്ധിയുടെ വിശ്വസ്തതയുടെ അടയാളം? കൊട്ടാര ഷണ്ഡന്മാരുടെ നായകൻ അവർക്ക് പേരുകൾ നൽകി. ദാനിയേലിനെ ബൽതശാസർ എന്നും, ഹനനിയായെ ഷദ്രാഖ് എന്നും, മിഷായേലിനെ മെഷാഖ് എന്നും,
അസറിയായെ അബദ്നെഗോ എന്നും വിളിച്ചു. എന്നാൽ രാജാവിൻ്റെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടു ശ്രദ്ധിച്ചു കേൾക്കുക. അവൻ ചെറുപ്പക്കാരായ 4 പേരെ ബാബിലോൺ രാജാവ് പിടിച്ചുകൊണ്ടുപോയി. ഹാനനിയ, അസറിയ, മിഷായേൽ, ഇവരെ 3 പേരെ രാജാവ് പിടിച്ചുകൊണ്ടുപോയി ദാനിയേലിൻ്റെ കൂടെ. ഇതാ പിടിക്കപ്പെട്ട ഇവരുടെ ജീവിതത്തിലേക്ക് രാജാവ് ചില പേരുകൾ കൊടുത്തു. രാജാവിന് ചേർന്ന പേരുകൾ, രാജാവിൻ്റെ കൊട്ടാരത്തിന് ചേർന്ന ചില പേര് നൽകി. അതിന് താഴെ പറയുകയാണ്, വായിച്ചേ. വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ, രാജാവിൻ്റെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ, അവൻ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ മലിനനാവുകയില്ലെന്ന് ദാനിയേൽ നിശ്ചയിച്ചു. അതിനാൽ മലിനനാകാതിരിക്കാൻ തന്നെ അനുവദിക്കണമെന്ന് അവൻ ഷണ്ഡന്മാരുടെ നായകനോട് അഭ്യർത്ഥിച്ചു. പ്രിയപ്പെട്ടവർ, ദാനിയേലിനൊരു ദൈവവിളിയുണ്ട്. ദാനിയേലിനൊരു ദൈവവിളി. അവന് ദാനിയേലിനറിയാം, എനിക്കൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ വിശുദ്ധിക്കും അനുഗ്രഹത്തിനും പാത്രമായ രീതിയിൽ വിശ്വസ്തയോടെ നിലകൊള്ളേണ്ടവനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് വിജാതീയൻ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ പറ്റില്ല. അവൻ ഏത് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞെന്നറിയോ? രാജകൊട്ടാരത്തിലെ ഭക്ഷണം, മറ്റാളുകൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണത്. പക്ഷെ അവൻ പറഞ്ഞു എനിക്കത് വേണ്ട. നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ചുറ്റുപാടുള്ളവരും ചെയ്യുന്നതൊന്നും നമുക്ക് ചെയ്യാൻ എല്ലാം പറ്റിയെന്നുള്ളതല്ല. അവന്മാർ ചെയ്യുന്നുണ്ടല്ലോ, അവൾ ചെയ്യുന്നുണ്ടല്ലോ, അവളും അവനും ചെയ്യുന്നത് നിനക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നീ മാമോദീസ സ്വീകരിച്ചതാണ്, നീ നെറ്റിയിൽ മുദ്ര കുത്തിയതാണ്. അയൽവക്കക്കാരി ചിലപ്പോൾ പൊട്ടും കുത്തി ചന്ദനം കുത്തി കുറിയും ചാർത്തി വരും. പക്ഷെ നിന്റെ നെറ്റിത്തടത്തിൽ വ്യത്യാസമുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ കുഞ്ഞാടിൻ്റെ മുദ്ര കുത്തിയ നെറ്റിത്തടമാണ് നിൻ്റേത്. കുഞ്ഞാടിൻ്റെ മുദ്ര കുത്തിയത് വെളിപാട് 20 കിടക്കുന്നതാണ്. പരിശുദ്ധാത്മാവിൽ മുദ്ര കുത്തിയ നമ്മുടെ ജീവിതം, നമ്മുടെ ശിരസ്, അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് ചുമ്മാ തോന്നണ പോലെ മുടിയൊക്കെ പഠിച്ചു വെച്ച് അണ്ണാൻ്റെ വരെ അതൊന്നും വരച്ചു നടക്കാനുള്ളതല്ല. ഫ്ലവർ കട്ടിങ്ങും മറ്റേ കട്ടിങ്ങും ബേസ് കട്ടിങ്ങും വെച്ചുകൊണ്ട് മറ്റുള്ളവരെ പരിഹസിപ്പിക്കപ്പെടാനോ തക്കവണ്ണമുള്ളതല്ല. നീ നിന്റെ ശരീരത്തിൻ്റെ പ്രകൃതി കണ്ടല്ല ശ്രദ്ധിക്കപ്പെടുക, നിന്റെ ഉള്ളിൽ കിടക്കുന്ന ദൈവാത്മാവ് കൊണ്ട് ശ്രദ്ധിക്കപ്പെടേണ്ടവനാണ് നീ. വസ്ത്രം അങ്ങനെ തന്നെ. ചില വസ്ത്രം ഇട്ടാൽ നമുക്ക് തോന്നുന്നു എല്ലാവരും ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് സ്കിന്നിൻ്റെ കളറുള്ള ലെഗിൻസ് ഇടാൻ പിള്ളേർക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പം പിള്ളേർക്ക് അല്ലേ, സ്കിന്നിൻ്റെ കളറുള്ള ലെഗിൻസ്. ഒറ്റ നോട്ടത്തിന് ആൾക്കാർ വിചാരിക്കും ഒന്നും ഇട്ടിട്ടില്ല എന്ന് വിചാരിക്കും. ഒന്ന് കണ്ടോട്ടെ, അവരെ ഒന്ന് പറ്റിക്കുകയും ചെയ്യാൻ നമുക്കൊരു സന്തോഷവും. ഇത് നമ്മുടെ ചുറ്റും കാണുന്നതാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ശരിക്കും കഴിഞ്ഞാൽ വിദേശത്തൊക്കെ ശരിക്കും തണുപ്പ് സഹിക്കാൻ ഇടുന്ന ഒരു തരം തെർമൽ കോട്ടാണ് അതാണത്. നമ്മൾ അതുകൊണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുക. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, നിന്നോടും ദൈവത്തോടുള്ള നിൻ്റെ വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ടതാണ്. വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ടതാണ്. ബാക്കി നമ്മൾ താഴെ അടുത്ത പാപത്തിൻ്റെ ക്ലാസ്സിൽ കേൾക്കും. നിന്നെ കാണുമ്പോൾ തന്നെ അറിയണം വിശ്വസ്തത പാലിക്കുന്ന. ഇതാ അബ്രഹാം ദൈവത്തോട് വിശ്വസ്തത പാലിച്ചു, അതിൻ്റെ അനുഗ്രഹം അവന് കിട്ടി. വിശ്വസ്തതയിൽ നിന്ന് അബ്രഹാം ഒന്ന് വീണുപോയി. ബൈബിളിൽ ആ ഭാഗം എഴുതി. ഞാൻ അത് പറയാനാണ് ശ്രദ്ധിക്കുന്നത്. ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ നിരന്തരം ബലിയർപ്പിച്ച് അബ്രഹാം ജീവിച്ചു. അബ്രഹാം ദൈവത്തോട് വിശ്വസ്തനാണെന്ന് തെളിവാണ് അവൻ ബേതേലിൽ ചെന്നൊരു ബലിപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. ഈ ബലിപീഠത്തിൻ്റെ ബലിശക്തിയിലാണ് അയാൾ മുന്നോട്ട് പോകുന്നത്. ഈ ബലിയാണ് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ജീവിക്കുന്നതാണ് അയാൾ ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തനാണ് എന്നുള്ളതിൻ്റെ അടയാളം. അയാളൊന്ന് വീണുപോയി. അത് പറയാനാണ് ഞാൻ അച്ഛനീ പറയുന്നത്. ഉൽപ്പത്തി 12:10. ഉൽപ്പത്തി 12. അവിടെ ഒരു ക്ഷാമമുണ്ടായി. കടുത്ത ക്ഷാമമായിരുന്നതിനാൽ ഈജിപ്തിൽ പോയി പാർക്കാമെന്ന് കരുതി അബ്രഹാം അങ്ങോട്ട് തിരിച്ചു. വിശ്വസ്തനും നീതിമാനും വിശ്വാസികളുടെ പിതാവും എന്ന് പറയുന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വീഴ്ച ബൈബിൾ എടുത്ത് കാണിക്കുകയാണ്. അച്ഛൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി വിളിച്ച് വേർതിരിച്ച് ദൈവീക ആരാധനയുടെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് ഒരു ഇടർച്ച കടന്നു വന്നു. എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ളൊരു കാരണം. അവൻ മുമ്പോട്ട് നോക്കിയപ്പോൾ എങ്ങോട്ടാ പോണ്ടേ, ഏതിലെയാ പോണ്ടേന്നൊന്നും അതിനറിയാൻ മേല. പക്ഷെ അവനൊരു കാര്യം അറിയാം, എൻ്റെ വഴി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൈകളിലായിരിക്കുന്നത്. അവൻ മുന്നോട്ട് യാത്ര ചെയ്യാൻ തുടങ്ങി. താഴെ എഴുതി വെച്ചിരിക്കുകയാണ്, അപ്പോൾ അവിടെ ഒരു ക്ഷാമമുണ്ടായി. ക്ഷാമത്തിൽ ഇവനെ എങ്ങനെ കൊണ്ടു നടക്കാമെന്ന് ദൈവത്തിന് അറിയാമോ ഇല്ലയോ? പറ. കണ്ടൂല. ക്ഷാമകാലത്ത് അബ്രഹാമിനെ തൻ്റെ വിളിക്കപ്പെട്ടവനെ ക്ഷേമമായി കൊണ്ടു നടക്കാൻ ദൈവത്തിന് അറിയാം. പക്ഷേ ഇവിടെ അബ്രഹാം പറഞ്ഞു ഞാൻ തന്നെ തീരുമാനിച്ചോളാം. അയാളൊരു കാര്യം ചെയ്തു, അയാൾ ഈജിപ്തിലേക്ക് പോയി. ദൈവം പറഞ്ഞിട്ടാണോ ആണോ? ഇതാണ് കുഴപ്പം. ദൈവത്തോട് വിശ്വസ്തനായി ജീവിച്ച അബ്രഹാം മുമ്പിലൊരു ക്ഷാമം, ഒരു പ്രതിസന്ധി കണ്ടപ്പോൾ ദൈവത്തിലുള്ള വിശ്വസ്തത കൈവിട്ട് പുള്ളിക്ക് തോന്നിയ പോലെ ജീവിക്കാൻ തുടങ്ങി. അവനിതാ ഈജിപ്തിലേക്ക് പോയി. ദൈവം പറഞ്ഞിട്ടല്ല. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. അച്ഛനെ പറയുന്നത് എൻ്റെയൊക്കെ യുവത്വത്തെ പറ്റിയുള്ള വലിയൊരു പാളിച്ചയാണ്. ചില കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ ദൈവത്തെ അങ്ങോട്ട് മാറ്റി നിർത്തി, എന്നിട്ട് എനിക്ക് തോന്നി ഇതാണ് ശരിയെന്ന്. അത് എല്ലാ തെറ്റിലും കൊണ്ട് ചാടിച്ചു. ദൈവം തന്ന ചില പ്രതിസന്ധി
എനിക്ക് തന്ന ചില ഏണിപ്പടികളായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത് കയറാൻ ഇച്ചിരി പാടാ, ഞാൻ വഴിമാറി സഞ്ചരിച്ചു, അതെല്ലാം കൊണ്ട് വീഴുകയും ചെയ്തു. അബ്രഹാമിൻ്റെ മുമ്പിൽ ദൈവം ഒരു ക്ഷാമം കൊടുത്തു. ക്ഷാമത്തിൽ ക്ഷേമമായി കൊണ്ടു നടക്കുന്നവനെ പഠിപ്പിക്കാൻ വേണ്ടി കൊടുത്ത ക്ഷാമമാണ്. അവൻ ആ ക്ഷാമം ഇട്ടിട്ട് ഒരൊറ്റ കാര്യം ചെയ്തു, ക്ഷാമമില്ല, ഈജിപ്തിലേക്ക് പോയി. എന്നാ സംഭവിച്ചെന്നറിയോ? അവനവിടെ ചെന്നപ്പോൾ തന്നെ കുടുംബജീവിതം പൊളിഞ്ഞുപോയി. ഇതാ അവനും അവൻ്റെ ഭാര്യ സാറായും തമ്മിൽ നല്ല സ്നേഹബന്ധത്തിലായിരുന്നു. ഈജിപ്ത് ദേശത്ത് കാലുകുത്തിയപ്പോൾ തന്നെ അബ്രഹാം പറഞ്ഞു, സാറാ നീ നല്ല സുന്ദരിയാണ് കേട്ടോ, എനിക്ക് നിന്നെ കിട്ടിയത് വലിയ ഭാഗ്യമാണ്. പക്ഷെ ഒരു കാര്യം, അവിടുത്തെ രാജാവുണ്ടല്ലോ അബീമേലെക്ക്, അയാൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ നീ സുന്ദരിയാണെന്ന് കണ്ടാൽ നിന്നെ സ്വന്തമാക്കാൻ അവൻ എന്നെ കൊല്ലും. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഡൈവോഴ്സ് ചെയ്തേക്കാം. അവൻ നിന്നോട് ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ നീ ഭർത്താവാണ്, നിന്റെ ഭർത്താവാണ് ഞാനെന്ന് പറയരുത്, ഞാൻ നിന്റെ പറ വായിച്ചിട്ടുണ്ടോ ഈ ഭാഗം? സഹോദരനാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇനി നമ്മൾ തമ്മിലൊരു കുടുംബ ബന്ധം പോലും ഇല്ല, സഹോദരനാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. വിശ്വസ്തൻ്റെ ജീവിതത്തിൽ നുണ സ്ഥാനം പിടിച്ചു. രാജാവ് ചോദിച്ചു, ഇത് നിൻ്റെ ആരാ? ഇവളെൻ്റെ ഭാര്യയല്ല, ഇവളെൻ്റെ സഹോദരി. തള്ളി പറഞ്ഞു, നുണ. കണ്ടോ, വിശ്വസ്തൻ്റെ ജീവിതത്തിലേക്ക് പാപം മെല്ലെ മെല്ലെ കയറി വരാൻ തുടങ്ങി. ആ രാജാവ്, മിസ്രൈമിലെ രാജാവ് സാറായെ പിടിച്ചുകൊണ്ടുപോയി. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, അത് ഞാൻ വിളിച്ച് വേർതിരിക്കപ്പെട്ടവൻ്റെ ഭാര്യയാണ്. രാജാവിന് ചില അനർത്ഥങ്ങളൊക്കെ വന്നു. രാജാവ് വിളിച്ചു വെച്ചു, നീ ദൈവഭക്തനല്ലേ? അതെ. നീ ആകാശത്തിലെ ദൈവത്തെ ആരാധിക്കുന്നവനല്ലേ? അതെ. പിന്നെ നീ ഇതിനെ നുണ പറഞ്ഞത്? നാണം കിട്ടുപോയി അബ്രഹാം. വിജാതീയ രാജാവിൻ്റെ മുമ്പിൽ പോയിട്ട് അബ്രഹാം നാണം കിട്ടും. ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അന്നാ തിരിച്ചു നോക്കണം പറഞ്ഞു, ഭാര്യയും കൂട്ടി തിരിച്ചു വിട്ടു. എന്നേക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു സമ്മാനം കൂടെ കൊടുത്തു. ഈജിപ്തിൽ നിന്ന് അബ്രഹാം സാറായുമായി തിരിച്ചു വരുമ്പോൾ ഒരു സമ്മാനം കൂടെ കിട്ടി. എന്താ കിട്ടിയെന്ന് ആർക്കെങ്കിലും അറിയാവോ? ദൈവത്തിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചതുകൊണ്ട് അബ്രഹാമിനൊരു സമ്മാനം കൂടെ കിട്ടി. എന്താണെന്ന് ആർക്കെങ്കിലും അറിയാവോ? ഒരു തോഴിയെ കിട്ടി, ഹാഗാർ. കുടുംബജീവിതത്തിലേക്ക് ഹാഗാർ എന്ന് പറയുന്ന ഒരു മിസ്രൈമി ദാസിയെ കിട്ടി. ഈ പെണ്ണ് വീട്ടിൽ വന്നേ പിന്നെ അബ്രഹാമിന് വല്ല സമാധാനം ഉണ്ടായിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകം വായിച്ചു നോക്കണം. ഹാഗാർ വന്നേ പിന്നെ ഹാഗാറും സാറായും തമ്മിൽ എന്നും അടി. അബ്രഹാം ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഞെരുങ്ങുകയാണ്. കണ്ടോ അബ്രഹാം എന്താ ചെയ്തെന്നറിയോ? ഈജിപ്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ വേറെ വഴി പോയില്ല. എവിടെ വെച്ചാണോ വഴി തെറ്റിയത്, അതാണ് ഉൽപ്പത്തി 13 കാണുന്നത്. എവിടെ വെച്ചാണോ തനിക്ക് വഴി തെറ്റിയത്, ആ വഴി തെറ്റിയ സ്ഥലത്തേക്ക് വന്ന് ഹായിക്കും നേഗേബിനും ഇടയിൽ ആദ്യം ബലിപീഠം സ്ഥാപിച്ച ബേതേലിൽ വന്ന് ബലിയർപ്പിച്ച് വീണ്ടും യാത്ര തുടർന്നു. തെറ്റിപ്പോയ സ്ഥലത്തേക്ക് തിരിച്ചു വന്നു, എന്നിട്ട് യാത്ര തുടർന്നു. അയാളുടെ യാത്ര എവിടെ വെച്ചാണോ തെറ്റി മുന്നോട്ട് പോയത്, തെറ്റിൽ നിന്നല്ല അയാൾ മുന്നോട്ട് പോയത്. തെറ്റ് തിരുത്തി പുറകോട്ട് വന്ന് എവിടെയാണോ തെറ്റിയത് അവിടെ നിന്ന് അടുത്ത ആരാധന തുടങ്ങി അയാൾ മുമ്പോട്ട് പോയി. എന്തിനാ പറഞ്ഞെന്നറിയോ? ഈ ധ്യാനം കൂടാൻ വന്നിരിക്കുമ്പോൾ നിന്റെ വിളി ശരിയാകുന്നത് എങ്ങനെയാ? നീ ഒന്ന് പുറകോട്ട് നടക്കണം. റിട്രീറ്റ് എന്നല്ലേ വന്നേ? യൂത്തിനുള്ള റിട്രീറ്റ്. പുറകോട്ട് നടക്കുക. എവിടെയാണ് നിനക്ക് തെറ്റിപ്പോയത്? ഏത് വഴി, ഏത് ജംഗ്ഷനിലാണ് നിനക്ക് ജീവിതത്തിൻ്റെ വഴി തെറ്റിയത്? പുറകോട്ട് പോവുക. അവിടെ ഒരു ആരാധന അർപ്പിച്ച് ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോവുക. മക്കളെ, നമ്മൾ ശ്രദ്ധിക്കണം, വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഏത് മേഖലയിലാണോ, പഠിക്കാനാണോ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, നിനക്ക് കഴിയുന്നത്രയും പഠിച്ചാൽ മതി. നിന്റെ ക്ലാസ്സിൽ അടുത്തിരിക്കുന്ന കുട്ടി പഠിക്കുന്നത്ര ഐക്യു നിനക്കുണ്ടാകില്ല. പക്ഷെ നിനക്കുള്ള ജ്ഞാനം ഉണ്ടല്ലോ, അന്നേരം പഠിക്കണം. അന്നേരം ഫേസ്ബുക്കും വാട്സപ്പും എടുത്ത് വെച്ചുകൊണ്ട് തോന്നണ പോലെ ജീവിക്കരുത്. നിനക്ക് കഴിയുന്നത്രയും നീ ചെയ്താൽ മതി, ബാക്കി ദൈവം ചെയ്തോളൂ. ഇതാ കാനാവിലെ കല്യാണ വീട്ടിലേക്ക് നിങ്ങൾ നോക്കിയേ. യേശു അവരോട് പറഞ്ഞു, ആ ഭരണികളിൽ വെള്ളം, ബാക്കി പറ, വെള്ളം നിറയ്ക്കുക. വേലക്കാർ വെള്ളം നിറച്ചു. എന്തോരം നിറച്ചു? പ്രൈസ് ദി ലോർഡ്. എന്തോരം നിറച്ചു? വക്കോളം നിറച്ചു. എന്തിനാ വക്കോളം നിറച്ചത്? അവർക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. യേശു പറഞ്ഞത് അവർക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അവരെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം അവർ ചെയ്തു. അവർ മുഴുവൻ ചെയ്തിട്ട് ദൈവത്തിന് കൊടുത്തു. ഞങ്ങളെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. അവർ കൊടുത്തത് എന്തെന്നറിയോ? പച്ചവെള്ളം. എന്നതാ? എന്താ അവർക്ക് വേണ്ടത്? വീഞ്ഞ്. നിനക്ക് വേണ്ടത് എന്താണ്? നല്ലൊരു ജോലി. നിനക്ക് വേണ്ടത് എന്താണ്? നല്ലൊരു ജീവിതം. നിനക്ക് വേണ്ടത് നല്ലൊരു വിശുദ്ധി, ഒരു ദൈവാനുഗ്രഹം. നിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ഇത്രയും മാർക്കേ ഉള്ളൂ, ഇത്രയും ബലമുള്ള മാതാപിതാക്കന്മാരേ ഉള്ളൂ, ഇത്രയും ചുറ്റുപാടേ ഉള്ളൂ, ഇത്രയും സാഹചര്യങ്ങളേ ഉള്ളൂ, ഇത്രയും വീഴ്ചകളാണുള്ളത്. നിനക്കുള്ളത് ദൈവത്തിനുകൊണ്ട് കൊടുക്കുക, വക്കോളം കൊണ്ട് കൊടുക്കുക. പഠിക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി പഠിച്ച്, ചിലപ്പോൾ തോറ്റു പോയിരിക്കും, പരമാവധി കാഴ്ചവെക്കുക. തോറ്റോട്ടെ, അതിൻ്റെ മേലൊരു ആശീർവാദം നടക്കും. നീ കാഴ്ചവെച്ചത്, വക്കോളം നിറച്ച് കാഴ്ചവെച്ചത് അവൻ മുന്തിരിച്ചാറാക്കി മാറ്റും. ഒരു ഹാലലിയ പറ, മനസ്സിലായെങ്കിൽ. ഇതാ നിൻ്റെ കോളേജ് ജീവിതം, നിൻ്റെ ജോലി, നിൻ്റെ ടീനേജ്, നീ അത് വക്കോളം നിറച്ച് യേശുവിനുകൊണ്ട് കൊടുക്കുക. യേശു അതിൻ്റെ മേൽ ആശീർവാദം നടത്തിയാൽ നിന്നെ നോക്കിയിട്ട് മറ്റുള്ളവർ പറയും, ഇവൻ്റെ വിളി കറക്റ്റാ കേട്ടോ, മുന്തിരിച്ചാറാ അത്.
രുചിച്ചവർ പറഞ്ഞു ശ്രേഷ്ഠമാണ്. നമ്മളെ നോക്കി നമ്മുടെ അപ്പനും അമ്മയും പറയും ഞങ്ങളുടെ കൊച്ച് ദൈവാശീർവാദം ഉള്ളതാ, രുചിയുണ്ട് അതിന്. ഞങ്ങളുടെ മകള് അതിന് രുചിയുണ്ട്. നമുക്കെന്ത് രുചിയാണ് ഉള്ളത്? നമ്മൾ കാണുമ്പോൾ മാതാപിതാക്കന്മാർ, അധ്യാപകർ, അയൽവക്കക്കാർ, എന്തൊരു കഷ്ടം. ചിലതുങ്ങളെ നോക്കിയിട്ട് പറയുക. എന്നെ സെമിനാരി പഠിപ്പിച്ചു വിട്ട അച്ഛനെ, എന്നെ സെമിനാരി പഠിപ്പിച്ചിട്ട് ഞങ്ങൾ പോരുകയാണ്. ഞാൻ ഈ ബിനോച്ചനും തിരുമേനിക്ക് ഒന്നിച്ച് പഠിച്ചതാണ്. ഞങ്ങൾ 14 പേരാണ് ബാച്ചിലുള്ളത്. 14 പേര് ഇങ്ങനെ നിരന്ന് നിൽക്കുക. ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ മരിച്ചുപോയി. ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പം ഞങ്ങളെ പഠിപ്പിച്ച ഈ അങ്കമാലിയിലുള്ള ഷിബു അച്ഛൻ ഓരോരുത്തരെ നോക്കി ഇങ്ങനെ പറയുക. ഓരോരുത്തരെ നോക്കിയിട്ട് പറഞ്ഞു, നന്നായി വരണം കേട്ടോ, ഒരനുഗ്രഹമോ സഭയ്ക്ക്, ദൈവാലയത്തിന്, ജനത്തിന് അനുഗ്രഹമാകും. പലരും പറഞ്ഞു. ഇപ്പം ഞാൻ നിൽക്കുക, എൻ്റെ അടുത്ത് വന്ന് എന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കി. ഞാനും വിചാരിച്ചു എന്നോടും പറയും നീ ഒരു അനുഗ്രഹമാകും. എൻ്റെ ഗുരു എന്നോടെന്താ പറയുന്നറിയോ? എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ. ഒരു കാര്യം പറഞ്ഞേക്കാം, നേരാമണ്ണം ജീവിച്ചില്ലെങ്കിൽ നാട്ടുകാർ തല്ലിക്കൊന്ന് കുഴിയിലിടും കേട്ടോ. സെമിനാരിൽ നിന്ന് കോൺവെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വരാൻ നേരത്ത് ശ്രേഷ്ഠ ശമ്മാസനോട് പഠിപ്പിച്ച ഗുരുനാഥൻ തന്ന ഏറ്റവും അവസാനത്തെ അനുഗ്രഹം എൻ്റെ നേരെ നോക്കിയിട്ട് മുഖത്ത് നോക്കി പറഞ്ഞതാ, നേരെപാടിനെ ജീവിച്ചില്ലെങ്കിൽ നാട്ടുകാർ തല്ലിക്കൊന്ന് കുഴിയിലിടും കേട്ടോ. ഒരു ഗുരു ശിഷ്യനോട് അങ്ങനെ പറയണമെങ്കിൽ ശിഷ്യൻ്റെ മഹത്വം മനസ്സിലായോ? ആ പുള്ളിയപ്പം നിന്ന് പ്രസംഗിക്കണേ. പ്രിയപ്പെട്ടവരെ, പാപം ഉള്ളിൽ കിടന്ന നാളുകളിൽ ഗുരുവിന് പോലും എൻ്റെ നേരെ നോക്കിയിട്ട് ഒരു ആശീർവാദം നടത്താൻ കഴിഞ്ഞില്ല. അയാൾക്ക് പോലും ഞാനൊരു കരിവേപ്പലയും ഒരു കരിങ്കല്ലും ആയിരുന്നു. ഞാനും ബിനോയച്ചനും ഈ ജോസിയേട്ടനും കൂടി വന്നിട്ട് കഴിഞ്ഞ വർഷം സെമിനാരിൽ പോയിട്ടൊരു ധ്യാനം നടത്തി. ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ സംഭവം പറഞ്ഞിട്ട് പറഞ്ഞു, എന്നോട് അങ്ങനെ പറഞ്ഞ ആ ഗുരുനാഥൻ ഇവിടെ ഉണ്ടെങ്കിൽ ആ ഗുരുനാഥന് വെറുപ്പോടെയല്ല, ആ വാക്കെന്നെ ശരിക്കും എൻ്റെ ചങ്കിനകത്തൊരു ഇടർച്ചയായി മാറി. ഒരു ഗുരുദക്ഷിണയായിട്ട് ഇത് സ്വീകരിക്കാൻ വേണ്ടി. അന്ന് അച്ഛനവിടെ ഉണ്ടായിരുന്നില്ല. അച്ഛൻ എന്നെ ഫോൺ ചെയ്തിട്ട് കിഴക്കമ്പലം പള്ളിയിൽ ഒരു ധ്യാനം നടത്താൻ വിളിച്ചുകൊണ്ട് പോയി. ഞാനവിടെ പോയിട്ട് രാത്രിയിൽ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ സുവിശേഷ പ്രസംഗം നടത്തി. പ്രസംഗം കഴിഞ്ഞപ്പോൾ അച്ഛൻ കണ്ണ് തുടച്ചിട്ട് എന്നെ ചേർത്ത് പിടിച്ച് മൈക്കിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. ഞാൻ പ്രസംഗം കഴിഞ്ഞിരിക്കുക. അച്ഛൻ കണ്ണുനീര് തുടച്ചിട്ട് എന്നെ അവിടെ കൊണ്ടുവരുത്തിട്ട് ആളുകളോട് വിളിച്ച് പറഞ്ഞു, ഞാൻ പണ്ട് ഇങ്ങനെ ഈ അച്ഛനെക്കുറിച്ച് പറഞ്ഞതാണ്. ഞാൻ പഠിപ്പിച്ച അനേക ശിഷ്യന്മാരെ ഞാൻ എല്ലാവരും പോകുമ്പം നന്നായി വരട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അന്ന് എന്നാന്നറിയാമല്ലോ, ഇതിനോട് ഞാൻ പറഞ്ഞു നിന്നെ നാട്ടുകാർ തല്ലിക്കൊന്ന് കുഴിയിലിടും. കിഴക്കമ്പലം പള്ളിയിൽ പരസ്യമായിട്ട് ഷിബോച്ചൻ പ്രസംഗിച്ച്. ഇന്ന് യേശു നല്ലവനാണെന്ന് ഈ മനുഷ്യൻ പറയണ കേട്ടപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞാനും കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവം അവിശ്വസ്തൻ്റെ മേൽ ഒരു കരുണയും ചൊരിയില്ല. വിശ്വസ്തയോടെ നീ ദൈവത്തിന് വിട്ടുകൊടുത്ത് നോക്ക്, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇതാ ഷിബു, എല്ലാവർക്കും ആണെന്ന് എനിക്കറിയാമല്ല. കിഴക്കമ്പലം പള്ളി ഷിബോച്ചൻ പറഞ്ഞു, ഞാൻ മുന്തിരിച്ചാറാണ്, അഹങ്കാരമല്ല. പണ്ട് ഞാൻ പച്ചവെള്ളമായിരുന്നു, കലക്കവെള്ളമായിരുന്നു. ഷിബോച്ചൻ പറഞ്ഞു, നീ മുന്തിരിച്ചാറാണ്. ഒരു ഹല്ലേലൂയ പറ. ഞാനിത് പറഞ്ഞു എന്നെ പൊക്കി പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ കസേരയിലിരിക്കുന്ന ഓരോ വ്യക്തിയും മുന്തിരിച്ചാറാണ്. നിന്നെക്കൊണ്ട് കഴിയുന്നത്ര വിശ്വസ്തയോടെ നീ കൊടുക്കുക. നാട്ടുകാർ ചെയ്യുന്നത് നിനക്ക് ചെയ്യാൻ പറ്റില്ല. ദാനിയേലിൻ്റെ ചുറ്റുപാടും കൊട്ടാരത്തിൽ പിടിക്കപ്പെട്ടുകൊണ്ടുവന്ന പല ചെറുപ്പക്കാരും വീഞ്ഞു കുടിക്കും, വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കും, പല രീതിയിൽ നടക്കും. പക്ഷെ ദാനിയേൽ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വിളിക്കപ്പെട്ടവനത്രേ, എൻ്റെ നെറ്റിയിൽ അവൻ്റെ മുദ്ര കുത്തിയതാണ്. ഇവിടെ ഇരിക്കുന്ന മക്കൾ ശ്രദ്ധിക്കണം, നീ യേശുക്രിസ്തുവിൻ്റെ മുദ്ര നെറ്റിയിൽ കുത്തിയതാണെങ്കിൽ ചുറ്റുപാടുമുള്ള പെമ്പിള്ളേരും ആമ്പിള്ളേരും കാണിക്കുന്നുള്ള നിനക്ക് കാണിക്കാൻ പറ്റില്ല. നിൻ്റെ നെറ്റിയിലൊരു മുദ്രയുണ്ട്, കുഞ്ഞാടിൻ്റെ മുദ്ര. കുഞ്ഞാടിൻ്റെ മുദ്ര നിൻ്റെ നെറ്റിയിലുണ്ടെങ്കിൽ നീ എന്തിനുള്ളതാണെന്നറിയോ? നീ മുന്തിരിച്ചാറാകാനുള്ളതാണ്. നിൻ്റെ വീടിനൊരു അനുഗ്രഹമാണ് ഇരിക്കുന്നത്. സഭയ്ക്കൊരു അനുഗ്രഹമാണ് ഈ മുമ്പിലിരിക്കുന്നവർ. സമൂഹത്തിനൊരു അനുഗ്രഹമാണ് നിങ്ങൾ. അനുഗ്രഹം കൊണ്ട് കളയരുത്. അബ്രഹാം ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തനായിരുന്നു. ഇടറിയെന്നറിഞ്ഞപ്പോൾ അയാൾ തിരിച്ചോടി ബലിപീഠത്തിൽ ചെന്ന് വീണ്ടും ബലിയർപ്പിച്ച് യാത്ര തുടർന്നു. അതിൻ്റെ അടയാളം കാണിക്കാൻ തുടങ്ങി. വിശ്വസ്തതയുടെ അടയാളം എന്തെന്നറിയോ? സ്നേഹം പുറപ്പെടുവിക്കും. എന്നതാ? ഉറക്കെ പറഞ്ഞേ. വിശ്വസ്തൻ സ്നേഹം പുറപ്പെടുവിക്കും. എങ്ങോട്ടൊക്കെയെന്നറിയോ? സ്വർഗത്തിലേക്കും ചുറ്റുപാടിലേക്കും. അതാണ് ഈ കുരിശിൻ്റെ അർത്ഥം. സ്വർഗത്തിലേക്ക് സ്നേഹം പുറപ്പെടുവിക്കും, ചുറ്റുപാടിലേക്കും. പിന്നെ അബ്രഹാം ദൈവമായിട്ടുള്ള ബന്ധം. സോദോം ഗോമറയൊക്കെ നശിക്കാൻ നേരത്ത് അബ്രഹാമിൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുന്ന പ്രാർത്ഥനയായിരുന്നു. സ്നേഹം, ലോത്തിനോടുള്ള സ്നേഹം. സഹോദരപുത്രനാണ്. സഹോദരപുത്രനായ ലോത്ത് അബ്രഹാമിൽ നിന്ന് കുറേ സാധനങ്ങൾ പിടിച്ചു പറിച്ചുകൊണ്ട് പോയി. അവർ തമ്മിൽ ചെറിയ കലഹങ്ങളുണ്ടായി, വേലക്കാർ തമ്മിൽ. അപ്പോൾ അബ്രഹാം പറഞ്ഞു, മോനെ നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ, ഒക്കെ വായിച്ചിട്ടുണ്ടോ? ഇടത്തോട്ടെങ്കിൽ ഞാൻ, നീ വലത്തോട്ടാണെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോകാം. ശരിക്കും ലോത്ത് തിരിച്ചു പറയണം, കൊച്ചപ്പന് ഇഷ്ടമുള്ളത് എടുത്തു എന്നൊക്കെ പറയണം. അയാൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അയാൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തു. അയാൾ നല്ല മേച്ചിൽപ്പുറങ്ങളും ആടുകളെ മേയ്ക്കാൻ പറ്റിയ സ്ഥലമൊക്കെ എടുത്തു. അബ്രഹാമിനോട് പറഞ്ഞു, അങ്ങ് ഈ സ്ഥലം എടുത്തോളാൻ പറഞ്ഞു. അബ്രഹാം നോക്കുമ്പോൾ ഒത്തിരി ആടുകളുണ്ട്, പക്ഷെ കിട്ടിയ സ്ഥലത്ത് പാറക്കട്ടേ ഉള്ളൂ, പുല്ലില്ല, മേച്ചിൽപ്പുറങ്ങളില്ല.
യോർദാൻ സമഭൂമിയും സോദോം ഗോമോറ പ്രദേശവും ഫലഭൂഷ്ടമാണ്. ലോത്ത് തിരഞ്ഞെടുത്തു, അവൻ അതൊക്കെ എടുത്തങ്ങ് പോയി. അബ്രാഹാമിന് കിട്ടിയത് വരണ്ട സ്ഥലങ്ങൾ. പക്ഷേ ബൈബിൾ താഴെ പറയുകയാണ്, അബ്രാം ലോത്തിൽ നിന്ന് വേർപ്പെട്ടതിന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു, ശ്രദ്ധിച്ച് കേൾക്കണം, വിശ്വസ്തന് മേൽ കിട്ടുന്ന ദൈവവിളി. ഞാൻ എന്തായി പറഞ്ഞു വരുന്നതെന്നറിയോ? ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ട് എങ്കിൽ നിന്റെ നഷ്ടങ്ങൾ ഒരു നഷ്ടങ്ങളേ അല്ല. നീ ചിലത് ഒഴിവാക്കേണ്ടി വരും. ചില തെറ്റായ ബന്ധങ്ങൾ, ചില തെറ്റായ ജീവിത ശൈലികൾ, ചില രീതികൾ, ചില പെരുമാറ്റങ്ങൾ നീ ഒഴിവാക്കേണ്ടി വരും. അങ്ങനെ ഒഴിവാക്കിയാൽ നീ വിചാരിക്കും, അയ്യോ എൻ്റെ മേൽവിലാസം നഷ്ടപ്പെട്ടോ, അയ്യോ എൻ്റെ ബന്ധങ്ങൾ പോയോ, അയ്യോ എൻ്റെ പേഴ്സണാലിറ്റി നഷ്ടപ്പെട്ടോ. പൊട്ടത്തരമാണത്. ചില സംഭവങ്ങൾ അബ്രാഹാമിൽ നിന്ന് മാറിയപ്പോൾ കർത്താവ് അബ്രാമിനോട് പറഞ്ഞു, നീ തല ഉയർത്തി നോക്കുക, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും. നീ ചെല്ലുന്ന സ്ഥലമല്ല, നിന്റെ ശരീരം എത്തുന്ന സ്ഥലമല്ല, നിന്റെ കാഴ്ച എത്തുന്ന സ്ഥലം. വല്ലതും മനസ്സിലാവുണ്ടോ? നീ വെട്ടിപ്പിടിച്ച് ശരീരം കൊണ്ട് അധ്വാനിച്ചെടുക്കുന്ന സ്ഥലമല്ല, നിന്റെ കണ്ണുകൊണ്ടൊന്ന് നോക്കിയാൽ മതി. അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ കണ്ണുകൾ എത്തുന്ന സ്ഥലം നിനക്ക് സ്വന്തമാകും. നീ കാണുന്നത് നിനക്ക് ഞാൻ തരും, നീ സ്വപ്നം കാണുന്നത് നിനക്ക് ഞാൻ തരാം. നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. പൂഴി ആർക്കെങ്കിലും എണ്ണി തീർക്കാമെങ്കിൽ നിന്റെ സന്തതികളെയും എണ്ണാനാവും. എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക. എഴുന്നേറ്റ് നിനക്ക് ഞാൻ തരാൻ പോകുന്നതിന് നെടുകയും കുറുകയും നടക്കുക. ഒരു കുരിശിടുക, ഒരു നെടുകയും കുറുകയും നടക്കുക. മുദ്ര കൊത്താനാ പറഞ്ഞത്. നീ കണ്ട കാഴ്ചയില്ലേ, ഈ കാഴ്ചയ്ക്ക് ചുറ്റും ഒരു മുദ്ര കുത്തിയേക്കുക. ഏത് മുദ്രയാണത്? കുരിശിൻ്റെ മുദ്ര. നെടുകയും കുറുകയും നടക്കുക. നീ ഒരു മുദ്ര വെക്കുക, അത് നിനക്ക് ഞാൻ നിനക്ക് തരും. ദൈവമക്കളെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഈ ധ്യാനത്തിനിരുന്ന് ദൈവത്തോട് വിശ്വസ്ത പ്രകടിപ്പിക്കണം, സ്നേഹം പ്രകടിപ്പിക്കും. അതാ ഞാൻ പറഞ്ഞത്, വിശ്വസ്തൻ സ്നേഹം പ്രകടിപ്പിക്കും. എങ്ങനെയെന്നറിയോ? അവൻ്റെ ശരീരത്തിലും ജീവിതത്തിലും അത് കാണിക്കും. മനസ്സിൽ പറഞ്ഞ പോരാ, എന്നാൽ പിന്നെ ഞാൻ ദൈവത്തോട് അല്ല. ചില പിള്ളേർ, ഞാനിത് പറഞ്ഞു, നമുക്ക് ചേർന്നതല്ല. ഒരു 10-25 വള്ളി കയ്യെ കെട്ടിക്കൊണ്ട് അടക്കുക, ഒരു 4-5 കമ്മലിട്ടുകൊണ്ട് അടക്കുക. ഇത് ആൺപിള്ളേരുടെ കാര്യം. പെൺകുട്ടികളാണേലും നമുക്ക് ചേർന്ന ഒരു വേഷവിധാനമുണ്ട്. വേണം, നമ്മുടെ സൗന്ദര്യം ശ്രദ്ധിക്കണം, നല്ല രീതിയിൽ വസ്ത്രം ധരിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, നല്ല ചെരുപ്പിടണം, എല്ലാം നല്ല രീതിയിൽ ചെയ്യണം. നമുക്ക് പറ്റുന്ന രീതിയിൽ, കൊള്ളാവുന്ന രീതിയിൽ. നമുക്ക് ചേരാത്തതും പരിഹാസ്യ രീതിയും എന്ന് തോന്നുന്നത് ഒരു ക്രിസ്ത്യാനിക്ക് ചേർന്നല്ല. ദൈവത്തിന് അനുഗ്രഹിക്കാൻ പോലും കഴിയത്തില്ല. കൊള്ളികലത്തത് വിടുവിക്കണം. അബ്രഹാം പോയത് ലോത്തിന് ഗുണമായി. ദൈവം പറഞ്ഞു, അവൻ മാറിയപ്പോഴ ചില അനുഗ്രഹം നിന്റെ മേൽ വന്നത്. ഞാൻ നിന്നെ അനുഗ്രഹിക്കാന്ന് പറഞ്ഞത്, നീ അവനെ കൂടെ കൂട്ടിയതാണ്. ചിലതങ്ങ് മാറുന്നത്, ചിലത് നല്ലതാണ്.